നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് CDS വാർഷികവും വിളംബര റാലിയും നടന്നു. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാകുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ മോഹൻ, സാന്ദ്ര, ജിന്നു തുടങ്ങിയവർ പങ്കെടുത്തു. $2.25 കോടി മുടക്കിയിട്ടും വിത്ത് വിതയ്ക്കാൻ പറ്റാതെ കടുത്തുരുത്തി പഞ്ചായത്തിലെ നെൽ കർഷകർ ദുരിതത്തിൽ. സെപ്റ്റംബർ 5-ന് വിതയ്ക്കാൻ തയ്യാറെടുത്തിരുന്ന കർഷകർ ഇനിയും ഒരാഴ്ചത്തേക്ക് കാത്തിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഉരുണ്ട് കളിക്കുന്നതായി ആക്ഷേപം ഉയരുന്നുണ്ട്. 2016-ൽ തരിശുനില വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഏറ്റെടുത്ത് 250ഓളം ഏക്കർ കൃഷി ചെയ്യുന്ന മധുരവേലി പടിഞ്ഞാറേപ്പുറം പാടശേഖരത്തിൽ കൃഷിവകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി $2.25 കോടി മുടക്കി ട്രാൻസ്ഫോർമർ, പമ്പ് സെറ്റ്, പുറംബണ്ട് എന്നിവ നിർമ്മിച്ചുവെങ്കിലും കൃഷിസ്ഥലത്തു നിന്നും വോൾട്ടേജ് ഇല്ലാത്തതുമൂലം വെള്ളം വറ്റിക്കാൻ കഴിയാതെ കർഷകർ നട്ടം തിരിയുകയാണ്. മധുരവേലി പടിഞ്ഞാറേപ്പുറം പാടശേഖരം 2016-ൽ തരിശ് നില വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഏറ്റെടുത്ത് കൃഷി ചെയ്ത സ്ഥലമാണ്. അതിനാണ് ഇവിടെ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു, അവിടെ പമ്പ് ഹൗസ് സ്ഥാപിച്ചു. $2.14 പുറബണ്ടിനും എല്ലാത്തിനും അനുവദിച്ച ഒരു പാടശേഖരമാണ്. ഇപ്പോൾ കറണ്ട് പോലും കിട്ടുന്നില്ല, പാടത്ത് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല, വെള്ളം പറ്റുന്നില്ല. ഇത് മോട്ടോർ ഓൺ ചെയ്യുന്നു. മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ വെള്ളം എടുക്കും. വെള്ളം എടുക്കുന്ന വഴി വോൾട്ടേജ് പുറകോട്ട് പോകും. ഒരു ഫേസിലെ വോൾട്ടേജ് അങ്ങ് പോവുകയാണ്. അതിനുശേഷം മോട്ടോർ പിന്നെ എടുക്കില്ല, വെള്ളം എടുക്കും, പരിപാടി കഴിഞ്ഞു. ഇത് തന്നെ അവസ്ഥ. ഇലക്ട്രിസിറ്റി ബോർഡിൽ പറഞ്ഞു കൊടുത്തു. മെക്കാനിക്ക് വന്ന് എല്ലാ പ്രാവശ്യവും അവരുമായിട്ട് ഒരുമിച്ച് സംഭവമൊക്കെ നടക്കുന്നില്ല. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടുത്ത് പോയി കണ്ടു, എയിനെ പോയി കണ്ടു, ഒന്നും നടന്നില്ല. സെപ്റ്റംബർ 5-ന് വിതയ്ക്കാൻ തയ്യാറെടുത്തിരുന്ന കർഷകർ ഇനിയും ഒരാഴ്ചത്തേക്ക് കാത്തിരിക്കുകയാണ്. പകൽ മുഴുവൻ വോൾട്ടേജ് ഇല്ലാതെ വെള്ളം വറ്റിക്കാൻ കഴിയാതെ വന്നതോടെ MLA, കളക്ടർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഉൾപ്പെടെ പരാതി നൽകി കാത്തിരിക്കുകയാണിവർ. അസിസ്റ്റന്റ് എഞ്ചിനീയറും ലൈൻമാനും ഉൾപ്പെടെ പറയുന്നത് മോട്ടോർ തകരാറിലാണെന്നാണ്. മോട്ടോർ ടെക്നീഷ്യൻ പറയുന്നത് വോൾട്ടേജ് കുറവ് മൂലം വെള്ളം നിന്നു പോകുന്നതാണെന്നാണ്. വളരെയധികം സാമ്പത്തികം മുടക്കി കൃത്യമായി കൃഷിയിറക്കിയിട്ട് പോലും നെല്ല് വിൽക്കുവാനോ വിറ്റ നെല്ലിന്റെ പൈസ കിട്ടാതെ നട്ടം തിരിയുന്ന കർഷകരോടുള്ള വെല്ലുവിളി അവസാനിപ്പിച്ച് പരിഹാരം കണ്ടെത്തണമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ വിത്ത് വിതയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പാടശേഖര പ്രസിഡന്റ് KC രഘുവരൻ, സെക്രട്ടറി സിറിയക് ജോസഫ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ ദൃശ്യാന്യൂസിനോട് പറഞ്ഞു. സെപ്റ്റംബർ 5-ാം തീയതി മധുരവേലി പടിഞ്ഞാറേപ്പുറം പാടത്ത് പുഞ്ചകൃഷി ഇറക്കുന്നതിന് വേണ്ടിയിട്ട് പമ്പിങ് തുടങ്ങി. അവിടെ സ്ഥിതി ചെയ്യുന്ന 2 പമ്പ് ഹൗസാണ്. ഒന്ന് 50 ഹോഴ്സ് പവറിൻ്റെ, ഒന്ന് 30-ൻ്റെ. 30 ഹോഴ്സ് പവറിൻ്റെ പമ്പ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃഷി വകുപ്പിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ട്രാൻസ്ഫോർമർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പുലുത്തുരുത്തെ മോട്ടറിലേക്ക് പോകുന്ന കണക്ഷൻ ഇത് തന്നെയാണ്. എന്നാൽ ഇത് പമ്പിങ് തുടങ്ങിയതിന് ശേഷം എന്ന് പറയുന്നത് നാളെ ഇതുവരെ പൂർണ്ണമായിട്ട് ഈ 30-ൻ്റെ പമ്പ് പൂർണ്ണമായിട്ട് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. രാത്രി 10 മണി മുതൽ വെളുപ്പിന് 5 മണി വരെ നടത്തുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതിനുശേഷം കറണ്ടിൻ്റെ വോൾട്ടേജ് വേരിയേഷൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുപോവുകയാണ്. ആ സമയത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മോട്ടർ ഓണാക്കുമ്പോൾ കുറേ വെള്ളം തള്ളും, പിന്നീട് നിന്നു പോകുന്നു. ആ സ്ഥിതി മാറ്റി എടുത്തെങ്കിൽ മാത്രമേ പുഞ്ചകൃഷി കൃത്യസമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ വെതർ ഡേറ്റ് നിശ്ചയിച്ചിരുന്നു. വെള്ളം പറ്റാഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരാഴ്ച കൂടി നീട്ടിവെച്ചിരിക്കുകയാണ്. വെത മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇത് പരിഹരിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടറി, പ്രസിഡന്റ്, കമ്മിറ്റിക്കാരെല്ലാവരും നിരന്തരം ഇലക്ട്രിസിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ പോയി കാണുകയും അതുപോലെ തന്നെ കളക്ടർക്ക് പരാതി കൊടുത്തു. കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തു. അവർ പറയുന്നതിനകത്ത് പരിഹരിച്ചു തരാം. പക്ഷേ എയുടെ ഓഫീസ് എന്ന് പറയുന്നതും ലൈൻമാൻമാർ പറയുന്നതിനകത്ത് അവരുടെ ഭാഗമല്ല, മോട്ടറിൻ്റെ ഭാഗമാണ്. മോട്ടറിൻ്റെ മെക്കാനിക്കൽ സിസ്റ്റം അവർ വന്ന് നോക്കിക്കഴിയുമ്പോൾ കമ്പനിക്കാർ വന്ന് നോക്കിയിട്ട് അവർക്ക് യാതൊരു കുഴപ്പമില്ല, അവരുടെ മോട്ടറിന് യാതൊരു തരാറില്ല. കറണ്ട് ഏറ്റക്കുറച്ചിലിൻ്റെ അടിസ്ഥാനത്തിലാണ് പമ്പ് കൃത്യമായി നടക്കാത്തതെന്നാണ് പറയുന്നത്. രാത്രി 10 മണി മുതൽ 5 മണി വരെ നടത്തുന്നതിന്
യാതൊരു തടസ്സവും. അപ്പം മോട്ടറിൽ തകരാറല്ലോ, കറണ്ടിൻ്റെ കുഴപ്പമാണല്ലോ, അത് പരിഹരിച്ച് തരാൻ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയുന്നതിന് വെച്ചാൽ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ മോട്ടർ നടത്താനായിട്ട് പറയണം. ഇത് കൃഷി വകുപ്പിൻ്റെ സാമ്പത്തിക സഹായത്തോട് സ്ഥാപിച്ച മോട്ടർ പൂർണ്ണമായിട്ട് മധുരവേലി പടിഞ്ഞാറേപ്പുറം പാടത്തിൻ്റെ കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചു തരണമെന്ന് ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വൈക്കം. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കല്ലറ യൂണിറ്റിന്റെ 41ാമത് വാർഷികവും കുടുംബസംഗമവും കല്ലറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് ആർ അശോക് കുമാറിന്റെ അധ്യക്ഷതയിൽ കല്ലറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി റോബർട്ട് ടി ജെ മുഖ്യപ്രഭാഷണം നടത്തി. മെമ്പർ അരവിന്ദ് ശങ്കർ, പോൾ എം വർക്കി, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കോളർഷിപ്പ് വിതരണവും കലാകായിക മത്സരങ്ങളും വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു. പെൻഷൻ മൂല്യമാണ്, മറ്റു ഫെസിലിറ്റികളൊക്കെ കാണും. പക്ഷെ നാട്ടുകാരുടെ ഇടയിലുള്ള ഈ ബന്ധുക്കൾ എനിക്ക് കിട്ടുന്നില്ല. അതാണ് ഇപ്പോൾ ASP അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിട്ട് റിട്ടയർ ചെയ്യാനാണ് നമുക്ക് ഷാദിമോൻ പറയുന്നത്. ഇന്ന് അദ്ദേഹം ജോലിയിൽ നിന്നപ്പോൾ ഒട്ടനവധി ആൾക്കാർ അദ്ദേഹത്തെ ബഹുമാനിക്കുമായിരുന്നു. ഒട്ടനവധി ആൾക്കാർക്ക് അദ്ദേഹം സേവനം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പല ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നു, എനിക്കറിയാം. പക്ഷെ റിട്ടയർ ആയി കഴിയുമ്പോൾ ഒരു കാര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വാക്ക് കഴിക്കുന്ന ആരും തിരിഞ്ഞു കൊടുക്കുന്നില്ല. അതാണ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവരുടെയും ഇത്. പക്ഷെ ജവാന്മാർക്ക് എന്നും നമ്മൾ ആദരവ് നൽകണം. പക്ഷെ കേരളത്തിൽ പൊതുവെ നമ്മുടെ കോട്ടയം ജില്ല അല്ലെങ്കിൽ ഇപ്പോൾ കല്ലറ ഇവിടെ ഒന്നും ജവാന്മാരുടെ പ്രത്യേക ഒരു ആദരവോ ഒരു ബഹുമാനമോ നൽകുന്നത് എന്താണെന്ന് അറിയത്തില്ല. ജനങ്ങൾക്ക് മടിയാണ്. അവർ വേറെ രീതിയിലേക്കാണ് ജവാന്മാരെ കാണുന്നത്. പക്ഷെ അങ്ങനെ ഒരു ജവാന്മാരുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇവരുടെ അവിടെ ഒരു സ്തൂപം പണിയെന്ന് പറഞ്ഞ പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഒരു പണിയും കൂടാതെ അവരോട് തുടങ്ങാൻ പറഞ്ഞു. അതുപോലെ ഇവിടുത്തെ ഈ പരിപാടിയെല്ലാം പഞ്ചായത്തിന് വിട്ടുകൊടുക്കാതെ ഈ പരിപാടികൾ നടത്താൻ ഞാൻ അന്ന് മുതൽ ശ്രമിച്ചിട്ടുണ്ട്. പ്രവാസി ക്ഷേമനിധി സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തിക വിഹിതം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട രാപ്പകൽ സമരം നടത്താൻ കേരള പ്രവാസി സംഘം കോട്ടയം ജില്ലാ കമ്മിറ്റി. ഒക്ടോബർ 7-8 തീയതികളിൽ കോട്ടയം BSNL ഓഫീസിന് മുൻപിലാണ് സമരം. അംഗങ്ങളുടെ അംശാദായവും സംസ്ഥാന സർക്കാർ നൽകുന്ന വാർഷിക ഗ്രാന്റുമാണ് നിലവിൽ പ്രവാസി ക്ഷേമനിധിയുടെ വരുമാനം. ക്ഷേമനിധി സംരക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തിക വിഹിതം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായിട്ടാണ് ഒക്ടോബർ 7-8 തീയതികളിൽ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം BSNL ഓഫീസിന് മുൻപിൽ സമരം നടത്തുന്നത്. സമരത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ ചങ്ങനാശ്ശേരിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം CPM ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി KD സുഗതൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ഇന്ന് കാണുന്ന ഈ സാമ്പത്തിക ഭദ്രതയ്ക്കും കേരളീയ സമൂഹത്തിന്റെ ലോകത്തിനും ഇന്ത്യക്കും മാതൃകയായി ഈ കേരളീയ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വിദേശ മലയാളികളും പ്രവാസികളും വഹിച്ച പങ്ക് വലുതാണ്. ആ പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഒന്നേൽ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ രോഗം ബാധിച്ചു, അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയെല്ലാം നാട്ടിൽ വന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ പ്രവാസ ജീവിതത്തിൽ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുന്നതിനും അവർക്ക് വിവിധ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും സംസ്ഥാന ഗവൺമെന്റ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ആ നടപടികൾക്കെല്ലാം വിരുദ്ധമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ നിയമനിർമ്മാണം നടത്തുമ്പോഴും പ്രവാസികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ്. പ്രവാസി സംഘം ചങ്ങനാശ്ശേരി ഏരിയ പ്രസിഡന്റ് ഷാജു TA അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് അനിൽ ശ്രായി, ഏരിയ സെക്രട്ടറി അനീസ് T, ജാഥ അംഗങ്ങളായ ഫാത്തിമ ഇബ്രാഹിം, MM ഇസ്മായിൽ, രാജേഷ് CK, ഷിൻസ് തോമസ്, രാധിക രാജൻ, സെബാസ്റ്റ്യൻ ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. അടിയന്തര സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ എമർജൻസി റെസ്പോൺസ് ടീമിനെ സജ്ജരാക്കി നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത്. ERT അംഗങ്ങളായ 74 പേർക്ക് 2 ദിവസത്തെ പരിശീലനം നൽകി.
പ്രകൃതിക്ഷോഭം മുതൽ പെട്ടെന്നുള്ള അപകടങ്ങൾ വരെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാനുള്ള ദൗത്യമാണ് എമർജൻസി റെസ്പോൺസ് ടീം അഥവാ അടിയന്തര പ്രതികരണ സംഘം ഏറ്റെടുക്കുന്നത്. നെടുകുന്നം ഗ്രാമപഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നെടുകുന്നത്തെ എമർജൻസി റെസ്പോൺസ് ടീമിന് 2 ദിവസത്തെ പരിശീലനം നൽകിയത്. അടിയന്തര സാഹചര്യങ്ങളിൽ നൽകുവാനുള്ള പ്രഥമ ശുശ്രൂഷ, CPR, ഫയർ ആൻഡ് റെസ്ക്യൂ, വാട്ടർ റെസ്ക്യൂ, കമാൻഡോ നെറ്റ്, കയാക്കിംഗ്, കൊറാക്കിൾ എന്നീ വിഭാഗങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. നെടുകുന്നം ഗ്രാമപഞ്ചായത്തിലെ ERT അംഗങ്ങളായ 74 പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പരിശീലനം സംഘടിപ്പിച്ചത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ രവീന്ദ്രൻ നിർവഹിച്ചു. രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ പ്രോജക്റ്റ് നമ്മളൊരു ഏജൻസിയെ വെച്ച് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ നാളുകളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കോവിഡ് മഹാമാരി, അതോടൊപ്പം തന്നെ പ്രളയം, ഇതൊക്കെ നമ്മൾ നനച്ചിരിക്കാത്ത നേരത്ത് നമ്മളിലേക്ക് പെട്ടെന്ന് കയറി വന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു പോയി. ഇനി ഏത് സാഹചര്യമാണ് ദുരന്തം, ഏത് രീതിയിലാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് അറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുള്ളതുകൊണ്ട് മാത്രം ഏത് രീതിയിൽ ഏത് ദുരന്തം വന്നാലും, അത് നമ്മൾ പ്രകൃതിയാകട്ടെ അല്ലാതെയാകട്ടെ, ഏതൊക്കെ രീതിയിലുള്ള ദുരന്തങ്ങൾ വന്നാലും അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ്ങാണ് ഈ 2 ദിവസം നടത്തിയത്. ഫസ്റ്റ് ദിവസം നമ്മൾ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടത്തിയത്. അവിടുത്തെ പ്രിൻസിപ്പൾ ബഹുമാനപ്പെട്ട ഡൊമിനിക് ജോസഫ് സാറ്, SPC, NSS, മറ്റ് അധ്യാപകരെ, മറ്റ് കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം അവിടെ പ്രോഗ്രാം നടത്തി. അതിനുശേഷം 2ാമത്തെ ദിവസം അവിടെ തുടങ്ങി അവസാനം ഈ കൊഴുങ്ങാലി ചിറയുടെ ഭാഗത്ത് വന്ന് നമ്മൾ അവസാനമായിട്ടുള്ള പ്രോഗ്രാം നടത്തി. അത് വൈസ് പ്രസിഡന്റ് VM ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന വർഗീസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി റെൻ, റോയി നെച്ചുകാട്, സെക്രട്ടറി ഷിജുകുമാർ C. തലനാട്, ടെൻഡിംഗ് നേച്ചർ ആൻഡ് അഡ്വഞ്ചർ ക്ലബ്ബ് സെക്രട്ടറി അബ്ദുൾ റഹീം, പെരുമന വാട്ടർ സ്പോർട്സ് ട്രെയിനി ബിനു മൈക്കിൾ, കില ഫാക്കൽറ്റി ഡെയ്സി തോമസ്, ഷീജ TA എന്നിവർ പ്രസംഗിച്ചു. ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെയും പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് എല്ലാ വർഷവും നടത്തേണ്ട ഒരു പ്രോഗ്രാമാണ്. അതായത് 994 ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമായിട്ട് ഇത് നടപ്പാക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഓർഡിനൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സർക്കുലറുണ്ട്. അത് പ്രകാരമാണ് ചെയ്യുന്നത്. ഒരു അപകടം ഉണ്ടാകുമ്പോൾ തദ്ദേശീയരായ ആളുകളാണ് ആദ്യം അവിടെ ചെല്ലുക. അവർക്ക് എന്തെങ്കിലും ചില കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ ദുരന്ത നിവാരണ പ്രവർത്തനം എളുപ്പത്തിൽ സാധിക്കുകയുള്ളൂ. അതിനുള്ള ഒരു പ്രാരംഭ പരിശീലനമാണ് നടപ്പാക്കിയത്. സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇക്കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് നടത്തുന്നത് ടെൻഡിംഗ് നേച്ചർ ആൻഡ് അഡ്വഞ്ചർ ക്ലബ്ബ് തലനാടാണ്. അവർ IAG അംഗങ്ങളുമാണ്. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ലൈഫ് പദ്ധതിയിൽ 5.25 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. കല്ലറ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 103 വീടുകളുടെ താക്കോൽ സമർപ്പണം നടത്തുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന് ഹരിതകർമ്മസേനയോടുള്ള മനോഭാവത്തിൽ വലിയ മാറ്റമുണ്ടായത് സർക്കാർ കൂടെ നിന്നതുകൊണ്ടാണെന്ന് മന്ത്രി പറഞ്ഞു. 13 വാർഡുകളിൽ നിന്നുള്ള ഗുണഭോക്താക്കളുടെ പ്രതിനിധികളായ 13 പേർക്ക് മന്ത്രി താക്കോൽ കൈമാറി. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ CK ആശ MLA അധ്യക്ഷത വഹിച്ചു. കല്ലറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. 198 പേരാണ് ലൈഫ് പദ്ധതിയിൽ 2017-ലും 20-ലുമായിട്ടുള്ള ലൈഫ് ലിസ്റ്റിൽ ഈ പഞ്ചായത്തിൽ നിന്ന് ഉൾപ്പെട്ടത് എന്നാണ് എന്നോട് പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം പറഞ്ഞത്. അതിൽ 103 പേരുടെ വീടിൻ്റെ പണി പൂർത്തിയായി. ബാക്കി 95 പേരിൽ 55 പേർക്ക് ഭൂമി ലഭ്യമായിട്ടില്ല. 40 പേർക്ക് പല കാരണങ്ങൾ കൊണ്ട്, തരം മാറ്റം അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് വീട് കൊടുക്കാനുമായിട്ടില്ല. ഇതാണ് ലൈഫിൻ്റെ ഒരു പുരോഗതി ഇവിടെ പറഞ്ഞത്. 103 പേർക്ക് വീട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ മാത്രം ലൈഫ് ഭവന പദ്ധതിയിൽ 4,12,00,000 രൂപ ചെലവഴിച്ചു എന്നാണ് അർത്ഥം. ഗവൺമെൻറ്
PMAY ഗ്രാമീൺ പദ്ധതിയിൽ ഒരു വീട് വയ്ക്കാൻ കൊടുക്കുന്ന തുക എത്രയെന്നറിയാമോ? എത്രയാ? 72,000. 4 ലക്ഷം വീതം കൊടുക്കുന്നത്. എത്ര പേർക്ക് കൊടുത്തു എന്നറിയോ? 5,97,000 പേർക്ക്. അവരിൽ എല്ലാവർക്കും 4 ലക്ഷം ഗഡുവായിട്ടില്ലേ കൊടുക്കുക. കെ സ്മാർട്ട് വഴി സംസ്ഥാനത്ത് ഇതുവരെ 2 ലക്ഷം കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ നൽകിയെന്ന് മന്ത്രി MP രാജേഷ്. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. CK ആശ MLA മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കുട്ടുകാപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ NB സ്മിത, ശ്രീകല ദിലീപ്, TK വാസുദേവൻ നായർ, ഷിജി വിൻസെന്റ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല തുടങ്ങിയവർ പങ്കെടുത്തു. പൊടികെട്ടിയ IT കമ്പനികൾ ശ്രമിച്ച് പരാജയപ്പെട്ടത് സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ IKM വിജയിപ്പിച്ചു. ഓരോ 15 ദിവസവും മന്ത്രിയുടെ റവ്യൂവിൽ 15 ദിവസം ടാർഗറ്റ് നിശ്ചയിക്കും. പരിപാടിയുടെ ഇവിടെ ജോലി ചെയ്യുന്നവരെയും കടന്നു വരുന്നവരെയും എല്ലാം സംരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങളിലെല്ലാം നല്ല നിലയിലുള്ള ജാഗ്രതയും ശ്രദ്ധയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് MLA എന്ന നിലയിൽ SNDP യോഗം തൊടുപുഴ യൂണിറ്റിന്റെയും തേനി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും SNDP യോഗം കഞ്ഞിക്കുഴി ശാഖയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കഞ്ഞിക്കുഴി SNUP സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി SNDP തൊടുപുഴ യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. ശാഖായോഗം പ്രസിഡന്റ് ES സജീവ് അധ്യക്ഷത വഹിച്ചു. 4ഓളം ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു. നിരവധി ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. തേനി അരവിന്ദ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് 46ാമത്തെ പ്രോഗ്രാമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. കൂടുതലും ചെയ്തത് ഇടുക്കി മേഖല, പ്രത്യേകിച്ച് കട്ടപ്പന മേഖലയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഞ്ഞിക്കുഴി ശാഖായോഗത്തിന്റെ പുതിയ ഭരണസമിതി വന്നപ്പോൾ അവർ ശരിക്കും ആ ശാഖായോഗത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു സ്വാർത്ഥമായ ചിന്താഗതിയിൽ ഒതുങ്ങി നിൽക്കാതെ, ജാതിമത ചിന്താഗതികളൊന്നുമില്ലാതെ തന്നെ ഇവിടെ കഞ്ഞിക്കുഴിയിൽ പൊതുസമൂഹത്തിന് എല്ലാ മതവിഭാഗക്കാർക്കും എല്ലാവർക്കും തന്നെ പ്രയോജനപ്രദമാകുന്ന ചില കർമ്മ പദ്ധതികൾ നടപ്പാക്കണമെന്ന് അവരൊരു ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്താൻ സാഹചര്യമുണ്ടായത്. വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഗാന്ധിനഗർ കോളനിയോട് കേരള സർക്കാരും വാഴത്തോപ്പ് പഞ്ചായത്തും കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് ഗാന്ധിനഗർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതികൾക്ക് ബാക്കി ഗഡു തുക വിതരണം ചെയ്യുക. ഗാന്ധിനഗർ കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് നിക്ഷേപിച്ചിട്ടുള്ള മാലിന്യങ്ങൾ. വാർഡ് പ്രസിഡന്റ് ദേവനേശൻ നാടാർ ജാഥാബ് ക്യാപ്റ്റനായുള്ള പദയാത്ര മുൻ DCC സെക്രട്ടറി OR ശശി ഫ്ലാഗ് ഓഫ് ചെയ്തു. സമാപന സമ്മേളനം KPCC മെമ്പർ AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി DCC ഓഫീസ് പടിക്കൽ നിന്ന് ആരംഭിച്ച പദയാത്ര ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മരിയാപുരം മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ചെറുതോണിയിൽ സമാപിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിയുടെ ഭാഗമായി. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വളരെ ചുരുക്കം ചില ദിവസങ്ങളാണ് നമ്മൾക്കുള്ളത്. ഇപ്പോൾ പട്ടയത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ജോയിയും ദേവനേശ്വരും പാസ് കൊണ്ട് നിൽക്കുക, കാര്യം കൊടുക്കുക. കാരണം നിന്നിട്ട് കാര്യമില്ല. അപ്പം ഗാന്ധിനഗറിൽ പട്ടയം കിട്ടുക എന്നുള്ളത് ഈ കോളനിയിലേക്ക് ആളുകൾ താമസം ആരംഭിച്ച കാലഘട്ടം മുതൽ ഇവിടെ ഉയർന്നിട്ടുള്ള ആവശ്യം. ഈ മേഖലയിലുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് ചെറുതോണി മുതൽ ആലഞ്ചോട് വരെയും ഇടുക്കി ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകൾ ആ കാലാവസ്ഥയിൽ അവരുടെ വീടും കിടപ്പാടവും എല്ലാം നഷ്ടപ്പെട്ട് പെരുവഴിയായ ഘട്ടത്തിലാണ് ഗാന്ധിനഗറിൽ ആളുകളെ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചത്. വാർത്തകൾ പൂർണ്ണമായി. നമസ്കാരം.